അന്തരിച്ച നടൻ സലിംകുമാറിന്റെ സംസ്കാരം കഴിഞ്ഞു. മക്കളായ ആരോമലും ചന്തുവും ചേർന്നാണ് അദ്ദേഹത്തിന്റെ ചിതയ്ക്ക് തീ കൊളുത്തിയത്. ഇപ്പോൾ സിബി ജോസഫ് ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി. സിബി, പ്രിയതാരത്തിനങ്ങനെ വിട ചൊല്ലി നാട്. ഇനി അദ്ദേഹത്തിന്റെ ചിരി ആ ലാഫിംഗ് വില്ലയിൽ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ മാത്രമായിരിക്കും ഇനി നാട്ടുകാരും വീട്ടുകാരും നമ്മൾ മലയാളികളടക്കം ജീവിക്കുക. ആരൊക്കെ ഉണ്ടായിരുന്നു അവിടെ അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുമ്പോൾ? സിബി കേൾക്കുന്നുണ്ടോ? മഞ്ജനാവലി ആദരമർപ്പിച്ചു. ചിരിയുടെ സാമ്രാട്ടിന് വിട നൽകിയിരിക്കുകയാണ് സിനിമാ ലോകം. ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാരം നടന്നത്. അദ്ദേഹത്തിൻ്റെ പറവൂരിലെ ലാഫിംഗ് വില്ല എന്ന വീട്ടുവളപ്പിലാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. നിരവധി പേർ അവിടെ ഉണ്ടായിരുന്നു. സിനിമാ പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും അടങ്ങുന്ന നിരവധി പേരുടെ സാന്നിധ്യത്തിലാണ് അദ്ദേഹത്തിൻ്റെ ചടങ്ങുകൾ നടന്നത്. നൂറുകണക്കിന് പേർ അങ്ങോട്ടേക്ക് ഒഴുകിയെത്തി അദ്ദേഹത്തിൻ്റെ വീട്ടിലും. ഉച്ചയ്ക്ക് 2 മണിവരെ പറവൂരിലെ ടൗൺ ഹാളിൽ പൊതുദർശനമുണ്ടായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം വീട്ടിലെത്തിച്ചത്. ദീർഘനാളായി അദ്ദേഹം അസുഖബാധിതനായിരുന്നു. ഇന്നലെ രാവിലോടുകൂടിയാണ് അദ്ദേഹത്തിന് ആരോഗ്യനില കൂടുതൽ വഷളായതോടെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. സിബി ജോസഫ് തുടരുന്നുണ്ട്. സിബി, ഔദ്യോഗിക ബഹുമതികളോടെയാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാരം നടന്നത്. 2 ആൺമക്കളും ചേർന്ന് അദ്ദേഹത്തിൻ്റെ ചിതയ്ക്ക് തീ കൊളുത്തി. ആരൊക്കെ ഉണ്ടായിരുന്നു അവസാന നിമിഷം അദ്ദേഹത്തിനെ യാത്രയാക്കുമ്പോൾ അവിടെ? ജിന നടൻ സലിംകുമാറിന് ഇപ്പോൾ വിട പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഈ നാട് ഒന്നാകെ യാത്രാമൊഴി നൽകിയിരിക്കുന്നു. ഇനി അദ്ദേഹത്തിൻ്റെ ലാഫിംഗ് വില്ലയിൽ അദ്ദേഹത്തിൻ്റെ ചിരികളില്ല. അദ്ദേഹത്തിൻ്റെ ചിരി ഈ വീട്ടിൽ നിന്ന് മാഞ്ഞിരിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഇനിയിപ്പോൾ ഈ ഒരു പറവൂർ ജനത ഒന്നാകെ അദ്ദേഹത്തിൻ്റെ ഓർമ്മകളുമായി മുന്നോട്ട് പോകും. അത്രത്തോളം അനുഭവങ്ങളും ഓർമ്മകളും അദ്ദേഹം സമ്മാനിച്ചാണ് ഇന്നിപ്പോൾ വിട പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ അന്ത്യ സംസ്കാര ചടങ്ങിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടി നിരവധിയായ ആളുകൾ സിനിമാ മേഖലയിൽ നിന്നും അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള സമീപത്തുള്ള അയൽവാസികളടക്കം നിരവധി പേർ, ആയിരങ്ങളാണ് ഈ വീട്ടിലേക്ക് തടിച്ചുകൂടിയത്. വലിയ രീതിയിലുള്ള, പ്രത്യേകിച്ച് നമുക്കറിയാം സിനിമാ മേഖലയിൽ അദ്ദേഹത്തിന് വളരെ വലിയ സൗഹൃദ ബന്ധങ്ങളുണ്ടായിരുന്നു. നടൻ ദിലീപ്, നാദിർ ഷാ, അതോടൊപ്പം തന്നെ രമേഷ് പിഷാരി ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിൻ്റെ വലിയ സൗഹൃദങ്ങളുണ്ടായിരുന്നു. ആ സൗഹൃദങ്ങളെല്ലാം തന്നെയും അദ്ദേഹത്തിനൊപ്പം ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഇപ്പോൾ അന്ത്യാഞ്ജലി നൽകിയിരിക്കുകയാണ്. ഇനി അദ്ദേഹം ഓർമ്മയായി മാറിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ചിത കത്തിയെരിയുമ്പോൾ വളരെ വേദനയോടെ ഈ പറവൂരിലെ ജനങ്ങളും അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥ സുഹൃത്തുക്കളും കുടുംബവും നോക്കി നിൽക്കുകയാണ്. അല്പസമയം മുമ്പ് അദ്ദേഹത്തിൻ്റെ പ്രിയതമയും മക്കളും അദ്ദേഹത്തിന് അന്ത്യചുംബനം നൽകി, അന്തിമോപചാരം അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന് വിട നൽകി. ഈ ലാഫിംഗ് വില്ലയിൽ ഇനി അദ്ദേഹത്തിൻ്റെ ചിരിയില്ല എന്നുള്ള വേദനാജനകമായ ഒരു സത്യം അപ്രതീക്ഷിതമായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വിയോഗം. 56 വയസ്സിൽ അദ്ദേഹം വിടവാങ്ങി ഈ നാട്ടിൽ നിന്നും അല്ലെങ്കിൽ ഈ ഒരു ലോകത്തു നിന്നും പോകുന്നൊരു പ്രതീക്ഷ നമുക്ക് ആർക്കും ഉണ്ടായിരുന്നില്ല. മലയാള സിനിമയെ സംബന്ധിച്ച്, മലയാളികളെ സംബന്ധിച്ച് അവരുടെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെയായിരുന്നു സലിംകുമാർ എന്ന നടൻ. അദ്ദേഹത്തിൻ്റെ തമാശകളില്ല, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയക്കാരനില്ല, അദ്ദേഹം എന്ന നല്ല മനുഷ്യൻ ഇനി ഇല്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം അത് ഇന്നിപ്പോൾ നമുക്ക് നമ്മുടെ ഈ ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഇവിടെയുള്ള ആളുകൾക്ക് എത്രത്തോളം അവരുടെ മനസ്സിൽ എത്രത്തോളം അദ്ദേഹം പതിഞ്ഞിരുന്നുവെന്ന് കൃത്യമായി ഈ ഒരു സംസ്കാര ചടങ്ങുകളിലെല്ലാം തന്നെ നമുക്ക് ദൃശ്യമാകാൻ കഴിഞ്ഞു. ഇന്നിപ്പോൾ പറവൂരിലെ ഈ ടൗൺ ഹാളിലും അതോടൊപ്പം തന്നെ പറവൂരിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിലൊക്കെ സംസ്കാര ചടങ്ങുകൾ നടത്തിയപ്പോഴൊക്കെ, അവിടെ പൊതുദർശനം വെച്ചപ്പോഴൊക്കെ നിരവധിയായ ആളുകൾ, രാഷ്ട്രീയ സാമൂഹിക, അതാണ് അദ്ദേഹം നൽകിയ സ്നേഹം. അതൊക്കെ അവിടുത്തെ നാട്ടുകാർ തിരിച്ചു നൽകുന്നതാണ് നമ്മൾ കണ്ടത്. 100 കണക്കിന് പേർ അദ്ദേഹത്തിന്റെ വീട്ടിലും അവസാന നിമിഷം ഒഴുകിയെത്തി അദ്ദേഹത്തെ ഒരു നോക്കു കാണാനായി. ഇനി അദ്ദേഹമില്ല, ആ നാട്ടിലില്ല, ലാഫിംഗ് വില്ലയില്ല. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ മാത്രമാണ് ഇനി ബാക്കി.